മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമാണ്. തരൂർ അതിരുവിടരുത് എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. UDF-നെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട്. ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ല എന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നുമാണ് തരൂരിന്റെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന രീതിയാണ് തരൂർ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ഇതിന് വഴങ്ങണ്ട എന്നാണ് മുഖ്യമന്ത്രി പദം നോട്ടമിടുന്ന നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട്. പരസ്യമായി പ്രതികരിച്ചും LDF സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടി കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കവുമല്ല. തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തു നിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കൾ എന്നാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം. ജനപ്രീതിയിൽ ഒന്നാമനെന്ന തരൂരിന്റെ വാദവും തള്ളുന്നു. എന്നാൽ അതിരുവിടരുതു എന്ന് ഉപദേശിക്കുമ്പോഴും KPCC അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല. തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തരൂരിനെ പുകച്ചു പുറത്തു ചാടിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു. തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട്. ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ആരെന്നതല്ല UDF സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം. അതേസമയം നേതൃപ്രശ്നമടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ്. ഈ നിലപാടും പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകേണ്ടത്. പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂരിന്റെ നിലപാടിനോട് പിന്തുണ പ്രഖ്യാപിച്ച് CPIM നേതാക്കൾ രംഗത്തെത്തി. ശശി തരൂരിന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം LDF-ഉം CPIM-ഉം ആവർത്തിക്കുന്ന കാര്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂർ. അദ്ദേഹത്തെ അവഗണിക്കേണ്ടതില്ല എന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. തരൂർ അഭിപ്രായ സ്ഥിരതയുള്ളയാളാണെന്നും കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് തരൂർ പറഞ്ഞത് വസ്തുതയാണെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും പ്രതികരിച്ചു. അതേസമയം തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതായിട്ടും തെറ്റിദ്ധാരണ പരത്തുന്നതായും AICC വ്യക്തമാക്കുന്നുമുണ്ട്.